എന്ന് സ്വയം. അപ്പോഴൊക്കെ സാധ്യമല്ലാതിരുന്ന ഒരു മുന്നേറ്റത്തെ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം ഞാൻ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും അടിത്തട്ട് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളുടെ കൂട്ടായ്മയാണ് ഈ സമരം നയിക്കുന്നത്. അതുകൂടിയാണ് എഴുന്നേറ്റ് നിന്ന് ഇതിനെ ആദരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പോ സമരത്തോടും സ്ത്രീകളോടും തൊഴിലാളികളോടും ഞാൻ ഇരുന്ന് അഭിവാദ്യം ചെയ്യുകയില്ല, നിന്ന് തന്നെ അഭിവാദ്യം ചെയ്യും. നമുക്കറിയാം, ഇവിടെ ഭരിക്കുന്നത് നിർഭാഗ്യവശാൽ ഇതെനിക്ക് പറയേണ്ടി വരുന്നുണ്ട്, ഒരു ഇടതുപക്ഷ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന, സ്വയം അവകാശപ്പെടുന്ന ഒരു സർക്കാരാണ്. നേരത്തെ ഇതിന്റെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ നിരവധി സമരങ്ങളിലൂടെ മുന്നോട്ട് വന്നിട്ടുള്ള, ഇവിടെ മണ്ണിൽ വേരുറപ്പിച്ചിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങളാണത്. പക്ഷേ എന്തുകൊണ്ടാണ് ഏറ്റവും അടിസ്ഥാന വിഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും കേരളം എന്തൊക്കെയോ നേടി എന്നാണ് പറയുന്നത്, ആ ആരോഗ്യത്തിന്റെ നേട്ടത്തിലെ ഏറ്റവും മുന്നണി പടയാളികളായിരിക്കുന്ന ഒരു വിഭാഗം സ്ത്രീകൾ നടത്തുന്ന ഒരു സമരത്തെ സ്ത്രീ സുരക്ഷ വാഗ്ദാനം ചെയ്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു തൊഴിലാളി ഗവൺമെന്റിന് എന്തുകൊണ്ടാണ് അംഗീകരിക്കാൻ കഴിയാത്തത് എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് പറഞ്ഞു മനസ്സിലാക്കാൻ അവർക്കൊട്ട് സാധിച്ചിട്ടുമില്ല. കാരണം ഞാനൊരു ആ രീതിയിലൊരു സാധാരണക്കാരിയാണ്. UDF-നോട് ചേർന്ന് നിൽക്കുന്ന ഒരാളല്ല, LDF-നോട് ചേർന്ന് നിൽക്കുന്ന ഒരാളല്ല, ഇടതുപക്ഷ മനോഭാവമുള്ള ഒരാളാണ്, ഒരു സ്ത്രീപക്ഷ മനോഭാവമുള്ള ആളാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആയിട്ടും ഇവര് പറയുന്നതിന്റെ യുക്തി എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ സമരപന്തലിൽ എത്തുന്നത്. തീർച്ചയായിട്ടും ഈ സമരം വിജയിച്ചേ പറ്റൂ. ഈ സമരം വിജയിക്കുക എന്നുള്ളത് കേരളം ജയിക്കുക എന്നുള്ളതാണ് അർത്ഥം. ഇപ്പൊ മന്ത്രി ശൈലജ ടീച്ചറാവട്ടെ, ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള വീണ ജോർജ് ആവട്ടെ, അവര് നേടിക്കൂട്ടുന്ന ബഹുമതികളില് ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന, ഇതിന്റെ തൂണുകളായിട്ട് നിൽക്കുന്നവരാണ് ആശാ വർക്കർമാർ. ഇങ്ങനെയൊരു ബോർഡ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആരും വെച്ചിട്ടുണ്ടാവില്ല. സ്റ്റാഫ് നഴ്സിന്റെ സെലക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു കുട്ടിക്ക് വേണ്ടി വെച്ച ബോർഡാണ്, അഭിനന്ദനം എഴുതി വെച്ചിട്ടുള്ള ബോർഡാണ്. നിങ്ങൾ എത്ര മരിച്ചു പണിയെടുത്താലും, 25 മണിക്കൂർ പണിയെടുത്താലും ഇങ്ങനെ ഒരു ബോർഡോ ഇങ്ങനെ ഒരു അഭിനന്ദനമോ ഇവിടുത്തെ ആശാ വർക്കർമാർക്ക് കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും അത് നിങ്ങൾ വാങ്ങിയെടുക്കണം എന്നുള്ളതാണ്. കാരണം അതിന്റെ ആദ്യ പടിയാണ് ഈ സമരം. അതുകൊണ്ട് മറ്റെല്ലാ രാഷ്ട്രീയ വിവക്ഷകളെയും മാറ്റിവെച്ചുകൊണ്ട് ഈ സമരത്തിന്റെ മുന്നണിയിൽ എല്ലാ ആശാപ്രവർത്തകരും കൈകോർത്ത് ഒത്തുചേരണം എന്നുള്ളതാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാറുള്ളത്. എല്ലാവർക്കും നമസ്കാരം. രാപ്പകൽ സമരയാത്ര ഇന്ന് മലപ്പുറത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവേശിക്കുകയാണ്. ഇന്നലെയാണ് നമ്മുടെ ജില്ലയിലേക്ക് ശ്രീമതി ബിന്ദു നയിക്കുന്ന ജാഥ പ്രവേശിച്ചത്. അതിനുശേഷം ഇടിമുഴിക്കലും അതുപോലെ തന്നെ കോഹിനൂറും പരപ്പനങ്ങാടിയിലും തിരൂരും താനൂരും പര്യടനം പൂർത്തിയാക്കി ജില്ലയിലെ ഒരു ദിവസത്തെ പരിപാടി വളരെ വിജയകരമായി പൂർത്തിയാക്കി എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ആബാലവൃദ്ധം ജനങ്ങളും ഈ ജാഥയെ വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ഇന്ന് രണ്ടാമത്തെ ദിവസം നമ്മുടെ ജില്ലയിലെ പരിപാടി ഇത് കഴിഞ്ഞ് മഞ്ചേരിയിൽ, പിന്നെ നിലമ്പൂരിൽ സമാപിക്കുകയാണ്. കോട്ടക്കൽ രാവിലെ 9 മണിക്കാണ് നമ്മുടെ ഈ സമരയാത്ര ഇന്ന് പുനരാരംഭിച്ചത്. ഈ ജാഥയിൽ അണിനിരക്കുന്ന പ്രിയപ്പെട്ട ആശാ വർക്കേഴ്സ്, അതുപോലെ തന്നെ ഇതിന് കൂടെ സഞ്ചരിക്കുന്ന വിവിധ മേഖലകളിലുള്ള സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ ഒട്ടനവധി അധികാരന്മാർ, ഞാൻ പറഞ്ഞതിൽ ഓരോരുത്തരെയും പേരെടുത്ത് അഭിസംബോധന ചെയ്താൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ ജാഥയുടെ വരവേൽപ്പ് അങ്ങനെയാണ്. നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇതിന് ഓരോ സ്ഥലത്തും അതിന് സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് ചിലപ്പോൾ നമുക്ക് പരിചിതമല്ലാത്ത ഒട്ടനവധി മുഖങ്ങളുണ്ടാവും.
യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന്റെ എല്ലാ ആൾക്കാർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഈ അഞ്ചേരി കുഞ്ഞികൃഷ്ണനാണെങ്കിൽ ഇവിടെ കൊല്ലങ്ങളായിട്ട് മദ്യനിരോധന സമിതിയുടെ സമ്പൂർണമായ മദ്യനിരോധനം എന്നുള്ള ആ ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നമ്മുടെ കലക്ട്രേറ്റിന് മുമ്പിൽ കൊല്ലങ്ങളായിട്ട് തപസ്സിരിക്കുകയാണ്. പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം, ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശദീകരണത്തിന്റെ യാതൊരു ആവശ്യമില്ല. ഏകദേശം 100 ദിവസത്തെ അടുക്കാൻ പോവുകയാണ് ഈ സമരം. കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ ഇത്രത്തോളം ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സമരം ഇതിന് മുമ്പുണ്ടായിട്ടില്ല. അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ഈ സമരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട വനിതകൾ നടത്തുന്ന സമരമാണ്, പോരാട്ടമാണ്. അതാണ് ഈ സമരത്തിന്റെ പ്രത്യേകത. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പാടുപെടുന്നവരാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോളൂ, ഈ 5-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥയാണിത്. അവിടെ വൈകുന്നേരത്തെ കടത്തിയോർക്കം തെരുവിലാണ്. ഇതുപോലെ അങ്ങാടികളാണ് അവർ അന്തി ഉറങ്ങുന്നത്. ആ തരത്തിൽ ഈ സമരം ഏതൊക്കെ തരത്തിൽ ഈ സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇപ്പൊ നമുക്കറിയാം, സെക്രട്ടേറിയറ്റ് മുമ്പിൽ വൈവിധ്യമാർന്ന സമര പരിപാടികൾ ആവിഷ്കരിച്ചവിടെ ഈ സമരത്തെ അഡ്രസ് ചെയ്യാത്ത ഒരാൾക്കാരുമില്ല. കേരളത്തിൽ അറിയപ്പെടുന്ന ചിന്തകന്മാർ, സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, വിദ്യാഭ്യാസ വിശേഷണന്മാർ എല്ലാവരും ഈ സമരത്തിലെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ അണിനിരന്നിട്ടുണ്ട്. പ്രതിപക്ഷം ഒന്നടങ്കം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും സെക്രട്ടേറിയറ്റ് നടയിൽ പോയി അവരെ കൂടെ കുറെ സമയം ഞങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. ഇടതുപക്ഷം, ഞാൻ പറഞ്ഞില്ല, ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ അതിതീവ്രമായ ഇത് തലക്കയറിയ ആൾക്കാർ മാത്രമാണ് ഈ സമരത്തിനെതിരെ സംസാരിക്കുന്നത്. എതിരെ സംസാരിക്കാൻ പറ്റില്ല, പുച്ഛിക്കേണ്ട ഒരു സമരത്തെ. ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന CPM, അവരുടെ തലതൊട്ടപ്പനായ നേതാവ് പിണറായിയാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. ഈ സമരത്തോട് അവർ കാണിക്കുന്ന ഒരു സമീപനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത്രമാത്രം വൃത്തികെട്ട രീതിയിൽ അവരെ ഏതൊക്കെ തരത്തിൽ അപഹാസ്യരാക്കാൻ പറ്റും. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, തൊഴിലാളിയുടെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആളെ പേര് ഞാൻ പറയുന്നില്ല, അവരൊക്കെ ഈ സമരത്തെ സംബന്ധിച്ച് പുച്ഛിച്ചു തള്ളി നമ്മൾ കേട്ടതാണ്. നമുക്ക് അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടും. അവകാശങ്ങളിലൂടെ, നിരന്തരമായ പോരാട്ടത്തിലൂടെ, സമരത്തിലൂടെ തരേണ്ട പല ആനുകൂല്യങ്ങളും അവകാശങ്ങളും നമ്മൾ നേടിയെടുക്കുന്നത്. അത് അവരുടെ റൈറ്റാണ്. അത് ചിലപ്പോൾ അനുവദിക്കും, ചിലപ്പോൾ അനുവദിക്കൂല. പക്ഷെ ഇതുപോലെ പുച്ഛിച്ച് ഒരു സമരത്തെ അപഹാസ്യമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് പറഞ്ഞാൽ, ഞാൻ പറയണത് ഇത് ഇടതുപക്ഷമാണ്, സാധാരണക്കാരുടെ പാർട്ടി, അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗത്തിന്റെ പാർട്ടി, സാധാരണക്കാരുടെ പാർട്ടി എന്നൊക്കെയാണല്ലോ CPM അവരുടെ വിശേഷിപ്പിക്കാറുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് ഇതുപോലെ അപഹാസ്യമായ തരത്തിൽ ഒരു സമരത്തെ എത്ര കണ്ട് നീചമായ, നികൃഷ്ടമായ രീതിയിൽ എങ്ങനെയൊക്കെ തരത്തിൽ കാണിക്കാൻ സാധിക്കും, അതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോളൂ, കഴിഞ്ഞ ഏപ്രിൽ 5-ാം തീയതി ഇവിടെ ബിന്ദു ഇവിടെ ഇരിക്കണ്ടല്ലോ, സമര നായകന്മാരോട് ഇരിക്കണ്ടല്ലോ, അവരുമായിട്ടുള്ള അവസാനത്തെ ചർച്ച. ആ അവസാനത്തെ ചർച്ചയിൽ അന്ന് കമ്മീഷൻ വെക്കാൻ തീരുമാനിച്ചതാണ്. ആ കമ്മീഷൻ വെക്കുന്നത് എപ്പോഴാണ്? നമുക്ക് അതുകൊണ്ട് തന്നെ ഈ സമരത്തോടുള്ളവരുടെ സമീപനം നമുക്ക് മനസ്സിലാക്കാതെ ഇപ്പോഴാണ്, ഇന്നലെയാണ് എന്താ വനിതാ ശിശു വികസന ഡയറക്ടർ അധ്യക്ഷയായിട്ടുള്ള ഒരു 5-അംഗ കമ്മിറ്റി ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ഏപ്രിൽ 5-ാം തീയതി തീരുമാനമാണ്. ഏപ്രിൽ 5-ാം തീയതി തീരുമാനം കമ്മീഷനെ വെക്കാന്. പക്ഷെ കമ്മീഷനെ വെച്ച് ഓർഡർ ആകുന്നപ്പോ 2 ദിവസം മുമ്പാണ്. അപ്പൊ ഈ സമരത്തിനുള്ളവരുടെ സമീപനം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇത് ഇടതുപക്ഷമാണ്. അവര് വരേണ്യ വർഗത്തിന്റെ കൂടെയാണ്, ഇപ്പോ കോർപ്പറേറ്റുകളുടെ കൂടെയാണ്. സാധാരണങ്ങളും ഇപ്പൊ അവിടെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ കാണുന്നല്ലോ, നമ്മുടെ വനിതാ SHOമാര് കരങ്ങിയ കണ്ണുകളുമായിട്ടാണ് ആ സ്ത്രീകള് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നീട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി അവരവസാനം ആ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിന്ന് പടിയിറങ്ങി പോകുന്ന കാഴ്ച കണ്ടാൽ ആർക്കാണ് ഹൃദയം പൊട്ടാതിരിക്കുക? പ്രീ പ്രൈമറി ടീച്ചറുകൾ പുതുതായിട്ട് എത്ര ഭാരങ്ങളാണ് അനുവദിച്ചത്?